Hello students. അപ്പോൾ ഈ വീഡിയോ ക്ലാംബറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ക്ലാംബറിനെ കുറിച്ച് തിയറി ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കാണിക്കുക. സമാനമായ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി തരിക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. മാക്സിമം വേഗത്തിൽ മാക്സിമം ഷോർട്ടായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസൈൻ എ ക്ലാംബർ സർക്യൂട്ട് ടു ഗെറ്റ് ദ ഫോളോയിങ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് അസ്യൂമിംഗ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഡയോഡ് ആസ് 0.7 വോൾട്ട്. ഒരു ട്രാൻസ്ഫർ ക്യാര തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് സർക്യൂട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 8 മാർക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ തവണത്തെ തൊട്ട് മുൻ വർഷത്തെ സർക്യൂട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരം ചോദ്യം ഉണ്ടായിരുന്നില്ല. സോ ദിസ് ടൈം ഇറ്റ് ക്യാൻ ബി എക്സ്പെക്റ്റഡ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മോഡലുകൾ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ ക്ലാംബറിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് പോകാം. ഓക്കെ, സർക്യൂട്ട് വർക്കിംഗ് പറയുന്നില്ല, സർക്യൂട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് മാത്രമാണ് പറയുന്നത്. എന്തുകൊണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നില്ല. വൈ അല്ലെങ്കിൽ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ആൻസർ ചെയ്യുന്നില്ല. വി വിൽ ബി ടെല്ലിംഗ് വാട്ട് ഇറ്റ് വിൽ ബി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഗോയിങ് ടു ടെൽ യു positive clamper. Positive clamper. Okay, the positive clamper circuit. സർക്യൂട്ട് എങ്ങനെയാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയാണ്, ട്രാൻസ്ഫർ ക്യാര എങ്ങനെയാണെന്ന് നോക്കിപ്പോ. അതാണ് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ക്ലാംബർ, സപ്പോസ് അറ്റ് ദി ഇൻപുട്ട് ഓഫ് ദ പോസിറ്റീവ് ക്ലാംബർ സർക്യൂട്ട് വി ആർ അപ്ലൈയിങ് എ 10 വോൾട്ട് പീക്ക് ടു പീക്ക് സൈൻ വേവ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. there will be a capacitor over here. Okay, and a diode will be kept in this direction. ഡയോഡിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണം. ഡയോഡിൻ്റെ ഡയറക്ഷൻ മാത്രമാണ് പോസിറ്റീവ് ക്ലാംബറേയും നെഗറ്റീവ് ക്ലാംബറേയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ സം സൈക്കിൾസ് ഓഫ് ഓപ്പറേഷൻ ദിസ് കപ്പാസിറ്റർ വിൽ ബി ചാർജിങ് വിത്ത് ദിസ് പൊളാരിറ്റി. ഇവിടെ പ്ലസും ഇവിടെ മൈനസുമായിട്ട് ചാർജ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദിസ് കപ്പാസിറ്റർ വിൽ സ്റ്റാർട്ട് ആക്ടിങ് ലൈക്ക് എ വോൾട്ടേജ് സോഴ്സ്, ഒരു ബാറ്ററി സോഴ്സ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിയർ വി ടേക്ക് ദി ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് ദ ക്ലാംബർ. This is the input waveform. Okay, so how will the output waveform of a positive clamper will look like? ഇൻപുട്ടിനെ എങ്ങനെയാണ് അത് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. Okay, let me draw the input waveform first. ഇൻപുട്ട് waveform വരയ്ക്കുമ്പോൾ this is 0 voltage level. Y axis is input voltage, x axis is time. 0 voltage ആണ്. സൈൻ വേവ് വരയ്ക്കുന്നു. ഓക്കെ, ആൻഡ് ഇൻ ദി ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് എ ഷിഫ്റ്റഡ് വേവ് ഫോം. ഈ വേവ് ഫോം ഷിഫ്റ്റ് അപ്പ് ചെയ്ത വേവ് ഫോം ആണ് കിട്ടുക. 10 വോൾട്ട് പീക്ക് ടു പീക്ക് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ദിസ് വിൽ ബി 5 വോൾട്ട് ആൻഡ് ദിസ് വിൽ ഓൾസോ ബി -5 വോൾട്ട്. ഓക്കെ, നെഗറ്റീവ് പീക്ക് -5, പോസിറ്റീവ് പീക്ക് +5 വരും. പക്ഷേ വാട്ട് വിൽ ബി ഗെറ്റിംഗ്, നമുക്ക് കിട്ടാൻ പോകുന്ന വേവ് ഫോം എന്ന് പറയുന്നത് അറ്റ് ദി ഔട്ട്പുട്ട് പ്രാക്ടിക്കൽ ക്ലാംബർ ആണ് ഈ പറയുന്നത്. ഐഡിയൽ ക്ലാംബറിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നെഗറ്റീവ് പീക്ക് 0 ടച്ച് ചെയ്തായിരിക്കും ഇരിക്കുക. പ്രാക്ടിക്കൽ ക്ലാംബറിൽ ഇവിടെ -0.6 ആയിരിക്കും. ഈ ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് 9.4 ആയിരിക്കും. -0.6 അല്ലെങ്കിൽ 0.7, ചില ബുക്കുകളിൽ -0.7 കാണും. ഇതപ്പോൾ 9.3 ആയിരിക്കും, 9.3 വോൾട്ട്. അപ്പോൾ ആകെ ഹൈറ്റിന് മാറ്റം വരുന്നില്ല. ഇപ്പോൾ 5 + 5 ടോട്ടൽ ഹൈറ്റ് ഈസ് 10 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ്. ഇതാണ് പീക്ക് ടു പീക്ക് എന്ന് പറയുന്നത്. പീക്ക് ടു പീക്ക് ഹൈറ്റ് 10 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ്. അതിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഇവിടെ 10 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ് ഉണ്ടാവുക. പക്ഷേ ദാറ്റ് വിൽ ബി ഷിഫ്റ്റഡ് അപ്പ് ആൻഡ് ബേസ് ഉണ്ടാവുക -0.7 ഉണ്ടാവുക. പോസിറ്റീവ് ക്ലാംബറിൻ്റെ കേസ്, പോസിറ്റീവ് ക്ലാംബർ. Next is the transfer characteristics. Positive clamper. Positive clamper transfer carry വരയ്ക്കുമ്പോൾ here also x axis we draw input voltage, y axis output voltage.
ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് ഫ്രം -5 വോൾട്ട് ടു +5 വോൾട്ട്. അതിന് മാറ്റമില്ല. ഇൻപുട്ട് വോൾട്ടേജ് -5 നിന്ന് +5 വരിക. കറസ്പോണ്ടിങ് ടു -5 ദി ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി -0.6 -0.7 വോൾട്ട് let's say. Then curve will be like this. Corresponding to +5 the value will be 9.3 volts. Okay. Aga height y-axis height is 10 volt. Okay. ഇതാണ് unbiased ആയിട്ടുള്ള പോസിറ്റീവ് ക്ലാമ്പർ എന്ന് പറയുന്നത്. This is a positive unbiased clamper. Next we are going to see a biased positive clamper. Biased positive clamper എന്ന് പറയുമ്പോൾ സർക്യൂട്ട് അതേപോലെ തന്നെയാണ്. But additionally we will be keeping a reference voltage which will be biasing the diode. Okay. ഇതാണ് reference voltage VR. Let's say this is 2 volt. And positive of the battery is going to the anode of the diode and the cathode of the diode is here. This is output voltage. Okay. In this case സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ട്രാൻസ്ഫർ ക്യാരയുടെ വൈ ആക്സിസ് പോയിന്റുകളെല്ലാം 2 വോൾട്ട് കണ്ട് ഉയരും. ഓക്കെ. ഇവിടെ തന്നെ കാണിക്കുകയാണെങ്കിൽ ഈ ഡയഗ്രത്തിൽ കാണിക്കുകയാണെങ്കിൽ ലീസ്റ്റ് പോയിന്റ് ഇവിടെ അൺബയാസ്ഡിന്റെ കേസിൽ -0.7 ആണല്ലോ. പുതിയ കേസിൽ ഏറ്റവും ലീസ്റ്റ് പോയിന്റ്, അതായത് കറസ്പോണ്ടിങ് ടു വെൻ ഇൻപുട്ട് ഈക്വൽ ടു -5 the least point will be -0.7 + 2. Okay. The least point, least V out, that will be equal to -0.7 + 2 ഈ ബയാസ് വോൾട്ടേജ്. കാരണം ഇത് പോസിറ്റീവ് പൊളാരിറ്റി ആയതുകൊണ്ടാണ് +2. ഇത് നെഗറ്റീവ് പൊളാരിറ്റി ആയിരുന്നെങ്കിൽ -2 ആയിരുന്നു വരേണ്ടിയിരുന്നത്. So this will be 1.3 volt. Highest point, highest V out എത്രയാണ്? നേരത്തെ കേസിൽ ഹൈസ് വി ഔട്ട് 9.3 വോൾട്ട് ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ആകെ ഹൈറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇൻ ദിസ് കേസ് 9.3 + 2 ഈ 2 വോൾട്ട് അഡീഷണലി വരും. ദാറ്റ് ഈസ് 11.3 വോൾട്ട്. ഓക്കെ. സോ ലീസ്റ്റ് പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. 1.3 വോൾട്ട്. Here the highest point 11.3. Height ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. -5 വോൾട്ട് +5 വോൾട്ട്. -5 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത്, +5 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 11.3. I will be joining the two and this will be the transfer characteristics of this bias positive clamper with a bias of 2 volt. Next നെഗറ്റീവ് ക്ലാമ്പർ കാണിച്ചു തരാം. ഇത് തന്നെ ബയാസ് പോസിറ്റീവ് ക്ലാമ്പറിൽ തന്നെ സപ്പോസ് ദിസ് ബയാസ് വാസ് നെഗറ്റീവ്. ഈ ബയാസ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ. അതായത് polarity of this bias is kept like this. Polarity of this point is like this. That is നെഗറ്റീവ് ആണ് നമ്മുടെ ആനോഡിലേക്ക് പോകുന്നത്, ഹൈസ്റ്റ് പോയിന്റിലേക്ക് പോകുന്നതെങ്കിൽ that is let's say this is -2 volt. 2 volt തന്നെയാണ് മാഗ്നിറ്റ്യൂഡ്, 2 volt ആണെന്ന് വിചാരിക്കാം. സോ ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് -0.7 -2, that will be -2.7 volt. And highest point എന്ന് പറയുന്നത് 9.3 -2, that is 7.3. So the new graph will be, the lowest point will be -2.7. ഞാൻ ഈ ഗ്രാഫിൽ തന്നെ കാണിക്കുകയാണ്. ഇവിടെ 7.3. അപ്പോൾ like this. Okay. This graph, this one corresponds to the new case. First ഞാനിപ്പോൾ ഇറേസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം വരച്ച ഗ്രാഫാണ്. 7.3 ആണ് ഹൈസ്റ്റ് പോയിന്റ്. ആണ് ബയാസിന്റെ പ്രത്യേകത. So next one we are going to see the negative clamper. Negative clamper circuit is similar to positive clamper.
ഡയോഡ് കപ്പാസിറ്റർ ഡയോഡ് വെക്കുന്നത് തിരിച്ചാണെന്ന് മാത്രം. This is negative unbiased clamper. This is our output. This is our input. Suppose we are applying an input. ഇതാണ് ഡോട്ടർ ലൈനിൽ കാണിക്കുന്നതാണ് ഇൻപുട്ട് എന്ന് വിചാരിക്കുക. ദിസ് ഈസ് 5 വോൾട്ട്, ദിസ് -5 വോൾട്ട് ആണെങ്കിൽ ആഫ്റ്റർ നെഗറ്റീവ് ക്ലാമ്പിംഗ് our output waveform will be like this. This will be, the positive peak will be plus 0.7 volt. This will be minus 9.3 volt. ആകെ ഹൈറ്റ് 10. ഇൻപുട്ടിൻ്റെ ഹൈറ്റ് തന്നെയായിരിക്കും. ഇൻപുട്ടിൻ്റെ ഹൈറ്റ് -5നും +5നുള്ള ഡിഫറൻസ് 10 വോൾട്ട് പീക്ക് ടു പീക്ക്. അത് തന്നെയായിരിക്കും ക്ലാമ്പിങ്ങിന് ശേഷമുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇഫ് യു ഡ്രോ ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ സർക്യൂട്ട്, V in versus V out, നമുക്ക് -5 ആണ് ലീസ്റ്റ് ഇൻപുട്ട് വോൾട്ടേജ്, +5 ആണ് ഹയസ്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. -5ൽ നമുക്ക് എത്രയാണ് കിട്ടിയത്? -9.3. -9.3 വോൾട്ട് ആണ് -5ൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ദിസ് പോയിന്റ്. 5ലേത് +0.7. ഇത് രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? We will get the transfer characteristics. Then ഇതിന് വോൾട്ടേജ് അപ്ലൈ ചെയ്യും, ബയാസ് അപ്ലൈ ചെയ്യുമ്പോൾ what will be the, we are applying a positive bias for this circuit. We are 2 volt ആണെന്ന് വിചാരിക്കാം. What will happen is that നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിൽ will shift up by an amount of 2. എല്ലാ പോയിന്റുകളും ഇൻക്ലൂഡിംഗ് ദ ലീസ്റ്റ് പോയിന്റ് എന്തായിട്ട് മാറും? -9.3ൽ നിന്ന് +2 ആഡ് ചെയ്യുമ്പോൾ -7.3. ഓക്കെ, ഹയസ്റ്റ് പോയിന്റോ 0.7ൽ നിന്ന് 2 ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഹയസ്റ്റ് പോയിന്റ് വിൽ ബി 2.7. തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ നമ്മുടെ വേവ് ഫോം കിട്ടും. സോ ദിസ് ഈസ് ഫോർ with positive bias. Okay, 2 volt. Ini then another circuit, the same circuit with the negative bias. Reference voltage is equal to 2 on a magnitude, but the polarity is negative, kept negative. ഇതിൻ്റെ if you plot the output waveform or transfer characteristics, സെയിം ഇതിനകത്ത് കാണിക്കുകയാണെങ്കിൽ ഇതാണ്, വീണ്ടും താഴേക്ക് പോകും. ഓക്കെ, നോർമൽ വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഡാർക്കായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. അതിൽ നിന്ന് വീണ്ടും -2 പോകും എല്ലാ പോയിന്റുകളും. സോ ദ ലീസ്റ്റ് പോയിന്റ് വിൽ ബി സംതിങ് ലൈക്ക് -9.3 -2 മീൻസ് -11.3ലായിരിക്കും ലോവസ്റ്റ് പോയിന്റ് ഉണ്ടാവുക. ഹയസ്റ്റ് പോയിന്റ് ഉണ്ടാവുക 0.7ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ. 0.7ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എന്താ? മൈനസ് ചെയ്ത് കഴിയുമ്പോൾ -1.3 കിട്ടും. സോ -1.3ലായിരിക്കും അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫർ ക്യാരിയുടെ ക്ലാമ്പർ സർക്യൂട്ടിൻ്റെ ട്രാൻസ്ഫർ ക്യാരിയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയാൽ മതി. നിങ്ങൾ വിചാരിക്കും പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ടും നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ടും മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക. അതിനുശേഷം അതിന് ബയാസ് വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരിയിലോ വേവ് ഫോമിലോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ്, അപ്പ് ഷിഫ്റ്റോ ഡൗൺ ഷിഫ്റ്റോ നടക്കുന്നു ബേസ്ഡ് ഓൺ ദ പൊളാരിറ്റി. ഓക്കെ, ഇതേസമയം വേവ് ഫോമിന് എന്താണ് ഡിഫറൻസ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇത് ക്ലാംപ്ഡ് വേവ് ഫോം അല്ലേ, അൺബയാസ്ഡ് ക്ലാംപ്ഡ് വേവ് ഫോം ആണ് അല്ലേ. സപ്പോസ് ഫോർ ദിസ് സർക്യൂട്ട്, ഈ സർക്യൂട്ടിൽ +2 ആണ് ബയാസ് കൊടുക്കുന്നത് വിചാരിക്കാം. +2 ആണ് ബയാസ് കൊടുക്കുന്നതെങ്കിൽ വേവ് ഫോമിന് എന്ത് പറ്റും? ഈ അൺബയാസ്ഡ് കണ്ടീഷനിൽ നിന്ന് +2 ഉയരത്തിലായിരിക്കും അതിൻ്റെ സംഭവം. This is a corresponding waveform. This will be 2.7 volt. The minimum point will be -7.3 volt. ഞാൻ വളരെ പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, നമുക്കിനി ഇത് വെച്ചുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങളുടെ